ഒരേ സമയം അവൻ്റെ വാക്കുകൾ കേട്ട് വിഷമവും അവനെ സ്നേഹിച്ചതോർത്ത് അവളോട് തന്നെ ദേഷ്യവും തോന്നി സാക്ഷിക്ക്. ഒരിക്കലും തൻ്റെ അപ്പുവേട്ടൻ ഇങ്ങനെ സംസാരിക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കാൻ മനസ്സ് പറയുമ്പോഴും കേട്ട വാക്കുകൾ അവളുടെ ഹൃദയം കീറിമുറിക്കാൻ സാധിക്കുന്നവയായിരുന്നു. വശീകരണം, അഴിഞ്ഞാട്ടം, താനൊരു പെണ്ണാണെന്ന കാര്യം പോലും മറന്നു ഇന്നു അപ്പുവേട്ടൻ സംസാരിച്ചു. എന്നിട്ട് കല്യാണം പോലും. എന്തിനാ ഇങ്ങനൊരു കല്യാണം? ജീവിതകാലം മുഴുവൻ അയാളുടെ അടിമയായി കഴിയാനോ? അതോ വെറുപ്പും അവഗണനയും സഹിച്ചു നിൽക്കാനാണോ? എന്തായാലും ഒരിക്കൽ സ്നേഹിച്ചു എന്നതൊഴിച്ച ആയുഷ് പ്രതാപ് ഈ സാക്ഷി ചന്ദ്രദാസിൻ്റെ കഴുത്തിൽ താലികെട്ടില്ല. പക്ഷെ ഒരിക്കലും തൻ്റെ ഏട്ടന് അവൻ സ്വപ്നം കണ്ട ജീവിതം കിട്ടാതിരിക്കരുത്. അപമാനം സഹിച്ച് ജീവിക്കുന്നതിൽ ഭേദം മരണമാണ്. ഇങ്ങനെ പല വക ചിന്തകളിൽ അവളുടെ മനസ്സ് കെട്ടുപൊട്ടിയ പട്ടം പോലെയിരുന്നു. ആയുഷും കുടുംബവും പോകാൻ ഇറങ്ങിയപ്പോഴും സാക്ഷി ആർക്കോ വേണ്ടി താഴേക്കിറങ്ങി വന്നു. അവളെ നോക്കി അവൻ പുച്ഛിച്ചു ചിരിച്ചെങ്കിൽ ആയുഷിൻ്റെ അമ്മയുടെ മുഖം മുഴുവൻ അവളോടുള്ള വെറുപ്പായിരുന്നു. ഇനി പെട്ടെന്ന് കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം, ഒരുപാട് വെച്ച് താമസിപ്പിക്കണ്ട. പറ്റില്ല. അതൊരു അലർച്ചയായിരുന്നു. എന്ത് സാക്ഷി നിനക്ക്? നിന്റെ മനസ്സിൽ ആയുഷില്ലേ? ഈ മനസ്സ് മുഴുവൻ അപ്പുവേട്ടനായിരുന്നു അച്ഛ. പക്ഷേ ഞാനെന്ന വ്യക്തിയെ ബഹുമാനിക്കാത്ത, എന്നിലെ സ്ത്രീയെ ആക്ഷേപിച്ച ഒരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. ഇതിൻ്റെ പേരിൽ എൻ്റെ ചേട്ടൻ്റെ കല്യാണം മുടങ്ങരുത്. പക്ഷേ ഇനി ഭീഷണിപ്പെടുത്തിയും സെൻറ്റി കാണിച്ചുമൊക്കെ നിങ്ങൾ എൻ്റെ കല്യാണം നടത്താൻ നോക്കിയാൽ പിന്നെ ആരും എന്നെ ജീവനോടെ കാണില്ല. ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി സാക്ഷി വരില്ല. പക്ഷേ എന്തിൻ്റെ പേരിലായാലും ഇഷ്ടമില്ലാത്ത ആളെ താലി ചാർത്താൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകൾ മാത്രം കേട്ട പെണ്ണെന്ന് തിരിഞ്ഞു നിന്ന് പറഞ്ഞത് അവർക്കും അത്ഭുതം തന്നെയായിരുന്നു. എതിർത്തമ്മ പറയാൻ പോയപ്പോൾ അവരെ കണ്ണുകൊണ്ട് ദീക്ഷിത്ത് തടഞ്ഞു. എനിക്ക് തലവേദനയുണ്ട്, ഞാൻ റൂമിൽ പോകുക. ആരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ സച്ചി റൂമിൽ കയറി ഡോറടച്ചു. എന്താ മോനെ അവൾക്ക് പറ്റിയത്? എൻ്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ. അറിയില്ലമ്മേ, ഒന്ന് മാത്രം അറിയാം. അവളുടെ മനസ്സ് അപ്പു കാരണം ഒരുപാട് വിഷമിച്ചു. എന്തിനാ അച്ഛ ഇഷ്ടമല്ലാതെ ഇങ്ങനെ ഒരു കല്യാണം? അച്ഛൻ പ്രതാപങ്കിളിനോട് പറ. ഞാൻ നോക്കാം. പക്ഷെ നീ അപ്പുവിനോട് കൂടി ഒന്ന് സംസാരിക്കണേ മോനെ. കാര്യം എന്തായെന്ന് നമുക്കൊന്ന് അറിയാനല്ലോ. ഞാൻ നാളെ തന്നെ അവനോട് സംസാരിക്കാം അച്ഛാ. അടുത്ത ദിവസം കോളേജിൽ പോയിട്ടും സാക്ഷി മൂഡ് ഓഫ് ആയിരുന്നു. ആരുവിനോടൊന്നും പറയാനും പറ്റാത്ത അവസ്ഥ. അവളെ വിഷമിപ്പിക്കരുത് എന്ന് മനസ്സ് പറയുമ്പോഴും ഇതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അവളുടെ ചങ്ക് പൊട്ടിപ്പോകുമെന്ന് തോന്നി സാക്ഷിക്ക്. അടുത്ത പീരീഡ് ആയുഷിൻ്റെ ആയതുകൊണ്ട് മൈൻഡാകെ ഡിസ്റ്റർബ് ആയതുകൊണ്ടും ഈ പീരീഡ് ക്ലാസ്സിലിരിക്കുന്നില്ല എന്ന് കൂട്ടുകാരോട് പറഞ്ഞിട്ട് അവൾ ക്ലാസ്സിൻ്റെ വെളിയിലിറങ്ങി. ലൈബ്രറി കൊച്ചിന് പണ്ടേ അലർജിയാണ്. പിന്നെ സ്വസ്ഥമായിരിക്കാൻ ക്യാമ്പസിലെ മരച്ചുവട്ടിൽ പോയിരുന്നു. അപ്പോഴാണ് സിദ്ധു വീട്ടിൽ പോകാനായി അവിടെ വെച്ച ബൈക്ക് എടുക്കാൻ വന്നത്. ആർട്സിലെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി പ്രിൻസിപ്പാളിനെ കാണാൻ കയറിയതിനാൽ ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ പോയിരുന്നു. പെട്ടെന്നുള്ള പ്രേരണയാൽ അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. ആരോ അടുത്തിരിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് സാക്ഷി സൈഡിലേക്ക് നോക്കിയത്. ചേട്ടനെന്താ ഇവിടെ? ആഹാ, എന്നറിയുമോ തനിക്ക്? ഞാൻ കണ്ടിട്ടുണ്ട്. അർജുൻ ചേട്ടൻ ക്ലാസ്സിൽ വരുമ്പോഴൊക്കെ കൂടെ. ഓഹോ, അങ്ങനെയാണോ? ഞാൻ വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ചു. ചേട്ടൻ എന്ത് പ്രതീക്ഷിച്ചു? അല്ല, അത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെന്താ ഇവിടെ? ഇയാളിവിടെ ഇരിക്കുന്നത് കണ്ട് കമ്പനി തരാമെന്ന് വിചാരിച്ചു. അവന്മാർ വീട്ടിൽ പോയി. എവിടെ തൻ്റെ വാലുകൾ? എല്ലാവരും ക്ലാസ്സിലാണ്. എനിക്ക് ക്ലാസ്സിലിരിക്കാൻ മനസ്സൊട്ടും ശരിയല്ലായിരുന്നു. അതുകൊണ്ട് കയറിയില്ല. മൈൻഡ് ഡിസ്റ്റർബ് ആകാൻ എന്താ ക്ലാസ്? ആയുഷ് സാറിൻ്റെ ആണോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം അവൾക്ക് ഷോക്കായിരുന്നു. ഞാനെങ്ങനെ മനസ്സിലാക്കി എന്നല്ലേ? സാറിനെ കാണുമ്പോൾ തൻ്റെ കണ്ണിലെ തിളക്കം തന്നെ ധാരാളം. പിന്നെ ഏതു നേരവും സ്റ്റാഫ് റൂമിൽ കയറി ഇറങ്ങുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതറിയാൻ ഈ കോളേജിൽ ആരുമില്ല ദൈവമേ. എന്താടോ കാര്യമായിരുന്നു ആലോചിക്കുന്നത്? സിദ്ധു മുഖത്തിന് നേരെ വിരൽ ഞൊടിച്ചപ്പോഴാണ് പെണ്ണിന് ബോധം വന്നത്. അത് പിന്നെ ഒന്നുമില്ല ചേട്ടാ. എൻ്റെ മൗത്ത് ലുക്കിങ് ഈ കോളേജിൽ എല്ലാവർക്കും അറിയാമോ എന്ന് ആലോചിച്ചതാ. ഓ, അതാണോ കാര്യം? നിനക്കൊരു കാര്യം അറിയാവോ സച്ചു? നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അത് നമ്മൾ നോക്കുന്ന ആളൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ സ്നേഹിക്കുന്ന പെണ്ണിന് ഒട്ടും മനസ്സിലാവുകയുമില്ല. അതൊരു പ്രപഞ്ച സത്യമാണ്. അവൻ്റെ പറച്ചിൽ കേട്ട് കണ്ണും തള്ളിയിരുന്നു പെണ്ണ്. എന്താടോ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? വലിയ കണ്ടുപിടുത്തം നടത്തിയതുപോലെ അവൻ പറഞ്ഞപ്പോൾ നിഷേധിക്കാൻ അവൾക്കും തോന്നിയില്ല. അതെ അതെ, വളരെ വലിയ സത്യം. ചേട്ടൻ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ പറയുന്ന സന്യാസിയാണല്ലേ? ഓ,
ഓ മൈ ഗോഡ്, ഇവിടെയും പുച്ഛം. മിണ്ടാപ്പൂച്ചയുടെ വായിലപ്പോ നാക്കൊക്കെ ഉണ്ടല്ലേ? ഉണ്ടല്ലോ. പിന്നെ എന്നെ സച്ചു എന്ന് വിളിച്ചതെന്താ? നിന്റെ സാക്ഷി എന്ന് വിളിക്കാൻ എന്നെ കൊണ്ടൊന്നും വയ്യ. സച്ചു എങ്ങനെയുണ്ട്, നല്ലതല്ലേ? എന്നങ്ങനെ സച്ചു എന്ന് ആരും വിളിക്കാറില്ല. എല്ലാവരും സാക്ഷി അല്ലെങ്കിൽ സച്ചി, പിന്നെ ദിക്കുട്ടൻ കുഞ്ഞി എന്നാ വിളിക്കുന്നത്. എല്ലാവരെയും പോലെയല്ലല്ലോ ഞാൻ. പിന്നെ ഈ ദിക്കുട്ടൻ ആരാ? ദിക്കുട്ടൻ എൻ്റെ ചേട്ടനാണ്, ദീക്ഷിത്ത്. ഇയാൾക്ക് എൻ്റെ പേരറിയാവോ? അത് പിന്നെ തപ്പണ്ട, ഞാൻ തന്നെ പറയാം. എൻ്റെ പേര് സിദ്ധാർത്ഥ് വിശ്വനാഥ്. ഇവിടെ MBA ഫസ്റ്റ് ഇയർ. സ്വന്തമെന്ന് പറയാൻ ഒരനിയനും കുറേ കൂട്ടുകാരും. ഇപ്പോൾ സിംഗിൾ. പിന്നെ നിനക്ക് വേണമെങ്കിൽ എന്നെ സിദ്ധുവേട്ട എന്നോ കണ്ണനെന്നോ വിളിക്കാം. സിംഗിളാണെങ്കിൽ ഞാനെന്ത് വേണം? കുട്ടി മനസ്സ് വെച്ചാൽ ഈ കോളേജ് ക്യാമ്പസ് നമുക്കൊരു മണിയറ ആക്കാം. സിദ്ധു വിത്ത് ലോഡ് കണക്കിന് വിനയം. ഓക്കെ ബൈ, ഇന്നത്തെ കോട്ട കഴിഞ്ഞു, നാളെ വരാം. ഇതും കൂടി ആയപ്പോഴേക്കും സാക്ഷിക്ക് അവളുടെ ചിരി പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കിലുക്കാമ്പെട്ടി കിലുങ്ങും പോലെയുള്ള അവളുടെ ചിരി കണ്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടിട്ടാണ് പെണ്ണിൻ്റെ അടുത്ത് വന്നിരുന്നത്. അവൾ സംസാരിക്കുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇനി ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയുമോ? പെട്ടെന്നുള്ള അവൻ്റെ ചോദ്യം കേട്ട് എന്തെന്നുള്ള രീതിയിൽ അവനെ നോക്കി അവൾ. നിന്റെ മുഖം കണ്ടാലറിയാം എന്തോ നല്ല വിഷമമുണ്ട് എന്ന്. ആരോടെങ്കിലും ഷെയർ ചെയ്താൽ മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ അത് പറഞ്ഞൂടെ? അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചിട്ട് പറയാൻ തന്നെ തീരുമാനിച്ചു അവൾ. ഇനിയുമെല്ലാം ഇങ്ങനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കാൻ വയ്യ. കണ്ണേട്ടൻ പറഞ്ഞത് സത്യമാ. ഇതിനിയെങ്കിലും ഒരാളോട് പറഞ്ഞില്ല എങ്കിൽ എനിക്ക് വല്ല അറ്റാക്കും വരും. എല്ലാം കുറേ ദിവസം കൊണ്ട് ഞാൻ മനസ്സിലിട്ട് നടക്കുക. ഇതും പറഞ്ഞ ആയുഷിനെ സ്നേഹിക്കാൻ തുടങ്ങിയത് മുതൽ ഇന്നലെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ വരെ ശ്വാസം വിടാതെ പറഞ്ഞു നിർത്തി അവൾ. ഇനി നിന്റെ തീരുമാനം എന്താ? ഇഷ്ടമല്ലാത്തവനെ കെട്ടി അവൻ്റെ കൂടെ ജീവിക്കാനാണോ? ഒരിക്കലുമല്ല. ഇനി എന്തിൻ്റെ പേരിലും അയാളുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കില്ല ഞാനൊരു കാര്യം പറയട്ടെ സച്ചു. ആയുഷ് സാറിന് എന്തോ തെറ്റിദ്ധാരണയുണ്ട് നിന്റെ കാര്യത്തിൽ. അത് മാറ്റാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പക്ഷേ എന്താ കാര്യമെന്ന് നിന്നോട് പോലും പറയാതെ, ഒരു പെണ്ണാണെന്നുള്ള പരിഗണന തരാതെ നിന്നെ അത്ര ആക്ഷേപിച്ചവനെ തന്നെ ഭർത്താവായി വേണോ എന്ന് നീ തന്നെ ഒന്ന് ചിന്തിക്ക്. ലൈഫ് പാർട്ണർ എന്നാൽ ഒരിക്കലും നമ്മുടെ സ്വപ്നങ്ങൾ തകർക്കുന്നവർ ആയിരിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർ ആയിരിക്കണം. നമ്മളെ മനസ്സിലാക്കണം. ഈ ലോകം മുഴുവൻ എതിർത്താലും ആ കൈകൾ നമ്മളെ ചേർത്ത് പിടിക്കണം. അങ്ങനെയുള്ള ഒരാളെ കണ്ടുകിട്ടിയാൽ ഒരിക്കലും കൈവിട്ട് കളയുകയും അരുത്. ആയുഷ് സാർ അങ്ങനെയാണ് എന്ന് നിനക്ക് തോന്നിയാലോ ഒക്കെ പറയുക. അല്ല എന്നാണെങ്കിൽ നോ. അതിന് ഓവറായി ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിയ കാര്യമില്ല മോളൂസേ. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എങ്കിൽ വീട്ടിൽ പൊക്കോ. ദാ നിന്റെ കൂട്ടുകാർ വരുന്നു. അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സ്നേഹയും ആരുവും ഒക്കെ നടന്നു വരുന്നു. അത് കണ്ടപ്പോൾ അവളും അവരുടെ അടുത്തേക്ക് നീങ്ങി. സച്ചു, നിന്റെ നമ്പർ എനിക്ക് തരുമോ? പിന്നെന്താ, തരാലോ. ഇതും പറഞ്ഞ് നമ്പർ അവൻ്റെ ഫോണിൽ അടിച്ചു കൊടുക്കുമ്പോൾ എന്തെല്ലാമോ നേടിയ സന്തോഷമായിരുന്നു അവന്. പിന്നെ നിന്റെ കണ്ണേട്ടാന്നുള്ള വിളി എനിക്ക് ഇഷ്ടമായിട്ടോ. ഇനി അത് മാറ്റാൻ നിൽക്കണ്ട. ഇതും പറഞ്ഞ് 2 കണ്ണും അടച്ച് കാണിച്ച് ബൈക്ക് എടുക്കാൻ അവൻ പോയപ്പോൾ ഇതെന്തിൻ്റെ കുഞ്ഞി എന്ന രീതിയിൽ അവിടെ കണ്ണും തള്ളി നിന്നു അവൾ. പക്ഷെ അവരെ തന്നെ നോക്കി നിന്ന ആയുഷിൻ്റെ മുഖത്തപ്പോൾ സിദ്ധുവിനോട് പുച്ഛമായിരുന്നു. കല്യാണക്കാരും സമ്മതമല്ല എന്ന് പറഞ്ഞതിൽ പിന്നെ ആര് സാക്ഷിയോട് മൗനവ്രതമാണ്. സാക്ഷി അത്ര സംസാരിക്കാൻ നോക്കിയിട്ടും ആരും ഒഴിഞ്ഞു മാറും. എന്താ ആരും ഇത്? നിന്റെ പ്രശ്നം എന്താ? എത്ര ദിവസം കൊണ്ട് ഞാനിങ്ങനെ പുറകിൽ നടക്കുന്നു. നിനക്കെന്താ എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ? ഞാൻ ഇനി എന്താ സാക്ഷി മനസ്സിലാക്കേണ്ടത്? കഴിഞ്ഞ 2 വർഷം കൊണ്ട് നീയാണ് ആ മനുഷ്യൻ്റെ പുറകിൽ നടന്നത്. എന്നിട്ടിപ്പോൾ നിനക്ക് സമ്മതമല്ല പോലും. നിനക്ക് സമ്മതമല്ല എങ്കിൽ എൻ്റെ ചേട്ടൻ നീ വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ വ്യക്തമായ കാരണം എനിക്കറിയണം. അതോ ഇനി അപ്പുചേട്ടൻ പറഞ്ഞതുപോലെ നിനക്ക് സിദ്ധാർത്ഥായി? ബാക്കി പറയാതെ തൻ്റെ മുഖത്തേക്ക് നോക്കി ആരുവിനെ കണ്ട് സാക്ഷി ഒന്ന് ചിരിച്ചു. കൂടെ നടന്നിട്ടും തന്നെ ഒന്ന് മനസ്സിലാക്കാത്തതിൻ്റെ വിഷമമായിരുന്നു ആ ചിരിയിൽ. എന്താ ആരും നീ നിർത്തിക്കളഞ്ഞത്? ബാക്കി കൂടി പറ. സിദ്ധാർത്ഥായി എന്ത് കാര്യമാണ് നിന്റെ ചേട്ടൻ കണ്ടുപിടിച്ചത്? അത് പിന്നെ ചേട്ടൻ പറഞ്ഞല്ലോ നീയും സിദ്ധാർത്ഥ് ചേട്ടനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്. ഓഹോ, അപ്പോൾ നിന്റെ ചേട്ടൻ അവിടം വരെ ആയോ? എങ്കിൽ നീ കേട്ടോ, എനിക്ക് കണ്ണേട്ടനെയാണ് ഇഷ്ടം. ഒരു സംശയരോഗിയായ നിന്റെ ചേട്ടൻ കൂടെ ജീവിക്കുന്നതിലും ഭേദം ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ കൂടെ പോകുന്നതാണ്. സത്യം പറയട്ടെ ആരു, നിന്റെ ചേട്ടനെക്കുറിച്ച് ഓർത്ത് എനിക്ക് വെറും സഹതാപമാണ്.
മനസ്സിൽ സ്വന്തമായി എന്തൊക്കെയോ കുറെ ചിന്തിച്ചു കൂട്ടി വെച്ചിട്ട് അതാണ് സത്യമെന്ന് കാണിക്കാനുള്ള അയാളുടെ ഈ ആത്മാർത്ഥത ഉണ്ടല്ലോ, അതിനോട് എനിക്ക് പുച്ഛം മാത്രം. സംശയരോഗം കൂടുതലാണെങ്കിൽ വല്ല മാനസരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇടണം, അല്ലാതെ. ബാക്കി പറയാൻ സമ്മതിക്കുന്നതിന് മുൻപ് ആരുവിൻ്റെ കൈ സാക്ഷിയുടെ കവിളിൽ പതിഞ്ഞു. മതി സാക്ഷി, ഇനി വേണ്ട. നീ നിനക്ക് പറയാനുള്ളത് പറഞ്ഞു. അതിനി പറഞ്ഞ് എൻ്റെ ചേട്ടനെ നീ ഒരു ഭ്രാന്തനാക്കണ്ട. ഇതുപോലൊരു ചേട്ടൻ നിനക്കും ഉണ്ടല്ലോ. അയാളെ പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. എന്ത് വിശ്വാസത്തിൽ കല്യാണം കഴിഞ്ഞാൽ ഈ വീട്ടിലേക്ക് കയറി വരണം? ഇന്നെൻ്റെ ഏട്ടനെ വേണ്ട എന്ന് വെച്ച് നീ നാളെ നിന്റെ പുതിയ കാമുകനെയും വേണ്ട എന്ന് വെച്ചിട്ട് അടുത്ത ആളെ തിരക്കി പോകും. നിന്നേക്കാൾ നല്ല പെണ്ണിനെ തന്നെ എൻ്റെ ചേട്ടന് കിട്ടും. സ്വഭാവവും കുടുംബവും എല്ലാം നിന്നേക്കാൾ മികച്ചത്. ഒരേ പന്തലിൽ ഞങ്ങളുടെ കല്യാണവും നടക്കും. നീ കാത്തിരുന്നു. ഈ നിമിഷം മുതൽ നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ല. നീ എൻ്റെ ആരുമല്ല, ആരും. എല്ലാവരും തന്നെ അവഗണിക്കുന്നത് പോലെയാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ സാക്ഷിക്ക് തോന്നിയത്. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഏകാന്തത. ചേട്ടൻ പോലും തന്നെ അകറ്റുന്നു. ഏതു നേരവും കുഞ്ഞി എന്ന് വിളിക്കുന്ന ആളിപ്പോൾ സാക്ഷി എന്നല്ലാതെ വേറൊന്നും തന്നെ വിളിക്കാറില്ല. അമ്മ പിന്നെ ഇങ്ങനെ ഒരാൾ ആ വീട്ടിലുണ്ടെന്ന പരിഗണന പോലും തരാറില്ല. അച്ഛൻ മാത്രമാണ് പിന്നെയും ഒരു ആശ്വാസം. ഈ സമയത്തിനിടയിൽ സാക്ഷി സിദ്ധുവുമായി നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുത്തു. ഇപ്പോൾ അവൻ്റെ ഓരോ തമാശയും മോട്ടിവേഷനുമൊക്കെയാണ് അവളെ നോർമലായി പിടിച്ചു നിർത്തുന്നത് എന്ന് പറയാം. പിന്നെ എന്തിനും കൂടെ സപ്പോർട്ടായി സ്നേഹയും. സിദ്ധുവുമായി സംസാരിച്ച് അവർക്കിപ്പോൾ അർജുവും അച്ചുവും സ്വന്തം ചേട്ടന്മാരെ പോലെയായി. സിദ്ധു, അച്ചു, അർജു, സാക്ഷി, സ്നേഹ, ഇവർ ഇത്ര പേരും ചേർന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. എല്ലാവർക്കും സിദ്ധാന്തം സിദ്ധുവും സിദ്ധുവേട്ടനുമൊക്കെ ആയപ്പോൾ സാക്ഷിക്ക് അവൻ കണ്ണേട്ടനായി. സിദ്ധു പറഞ്ഞു അവൻ്റെ അനിയനെയും അവൾക്ക് നന്നായി അറിയാം. പക്ഷേ ഒരിക്കൽ പോലും അച്ഛനെയും അമ്മയെയും കുറിച്ച് അവൾ അവനോട് ചോദിക്കാൻ നിന്നില്ല. എന്നാലും അവൻ ഇങ്ങോട്ട് പറയട്ടെ എന്ന് അവളും കരുതി. പതിവ് പോലെ ഒരു ദിവസം രാത്രിയിലുള്ള ആഹാരം കഴിക്കുമായിരുന്നു സച്ചിയും കുടുംബവും. പണ്ടത്തെ പോലെ കളിയും ചിരിയും ഒന്നുമില്ല എന്നത് അവളിൽ ഒരുപാട് വിഷമമുണ്ടാക്കി. പക്ഷേ ഇത് ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അച്ഛാ, എന്താ മോളെ? എന്തിനാ അച്ഛാ എല്ലാവരും എന്നെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അമ്മ എന്നോടൊന്നും സംസാരിക്കാൻ പോലും നിൽക്കാറില്ല. പണ്ട് ഏതു നേരവും എൻ്റെ ഏട്ടന് അവൻ്റെ കുഞ്ഞിയെ വേണമായിരുന്നു. ഇപ്പം തമാശയ്ക്ക് പോലും ഏട്ടനെ കുഞ്ഞിയെന്ന് വിളിക്കാറില്ല. ഇതിനു വേണ്ടി ഞാൻ എന്ത് തെറ്റാണ് അച്ഛാ ചെയ്തത്? അവസാനമായപ്പോഴേക്കും അവൾ കരഞ്ഞിരുന്നു. സ്വന്തം മോളുടെ അവസ്ഥ കണ്ട ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞെങ്കിലും മുന്നിലിരുന്ന് പ്ലേറ്റ് തട്ടിത്തെറിപ്പിച്ചാണ് ദീക്ഷിത് അവൻ്റെ ദേഷ്യം പ്രകടമാക്കിയത്. ഒന്നും അറിയാത്തതുപോലെ നല്ലവിള്ള ചമയാൻ നോക്കല്ലേ സാക്ഷി. നീ കോളേജിൽ കാണിക്കുന്ന കലാപരിപാടികളൊക്കെ ഞങ്ങൾ കണ്ണു നിറയെ കണ്ടു. നീ എന്താ പറഞ്ഞത്? ആയുഷിൻ്റെ സ്വഭാവം കൊള്ളില്ല. അവന് സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല. നിന്നോട് വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നൊക്കെയല്ലേ? സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ പറയാനുള്ള എന്ത് അർഹതയാണടി നിനക്കുള്ളത്? അപ്പോൾ ഞങ്ങൾക്ക് അയച്ചു തന്ന പൊന്നുമോളുടെ വീഡിയോ, ഏതോ ഒരു തൻ്റെ കണ്ണിൽ വീണ പൊടി ഊതിക്കളയുന്നതും അവനെ കെട്ടിപ്പിടിച്ച് സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാനാണോ നിന്നെ ഞങ്ങൾ കോളേജിൽ വിടുന്നത്? ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇനി വേണമെങ്കിൽ വീട്ടിൽ നിർത്തി മാനസിക പീഡനം നടത്തിയെന്ന് പറഞ്ഞ് നീ കൊണ്ടുപോയി കേസ് കൊടുക്കും. ആരും ആ ക്ലാസ്സിലുണ്ടോ എന്ന് പോലും നീ ഇപ്പോൾ തിരക്കാറുണ്ടോ സാക്ഷി? ഒരു പാത്രത്തിൽ ഉണ്ടു ഉറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരുത്തനെ കിട്ടിയപ്പോൾ നിനക്ക് ഞങ്ങളെ ഒന്നും വേണ്ട അല്ലേ? നീ നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. പക്ഷേ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കുമെന്ന് നീ വിചാരിക്കണ്ട. എന്ത് നന്നായിട്ട് അയാൾ തൻ്റെ കുടുംബത്തെ പോലും തന്നിൽ നിന്നും അകറ്റിയത്. അത് ആലോചിക്കുമ്പോൾ അവൾക്ക് ചങ്ക് പൊട്ടുന്നത് പോലെ തോന്നി. എന്നും തന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിച്ച ഏട്ടൻ പോലും ഏട്ടനിപ്പോൾ ആരു പറയുന്നതാണ് വിശ്വാസം. എത്ര ആട്ടി അകറ്റിയിട്ടും വീണ്ടും വീണ്ടും താൻ അവളുടെ പുറകിൽ നടന്നത് എന്തേ അവൾ പറഞ്ഞില്ല? അല്ലെങ്കിൽ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ സ്വന്തം ഏട്ടൻ കൂടി പുതിയ പേര് ചാർത്തി തന്നു, അഴിഞ്ഞാട്ടക്കാരി. വീണ്ടും അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ അവൾക്ക് തോന്നിയില്ല. മുകളിലേക്ക് കയറുമ്പോൾ ഇത്രമാത്രം പറഞ്ഞു. 2 ദിവസം കഴിയുമ്പോൾ കോളേജിൽ ആർട്സ് ഡേ ആണ്. എൻ്റെ ഡാൻസ് ഉണ്ട് വൈകിട്ട്. എപ്പോഴത്തെയും പോലെ അച്ഛനും അമ്മയും ചേട്ടനും അവിടെ കാണണം. ഇനി വരില്ല എന്നാണെങ്കിൽ പിന്നെ ഈ സാക്ഷിയെ ജീവനോടാരും കാണില്ല. എല്ലാ വിഷമങ്ങളും തൻ്റെ തലയിണയിൽ ഒഴുകി കളയുമ്പോഴാണ് ഫോൺ വൈബ്രേറ്റ് ചെയ്തത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടപ്പോൾ അറിയാതെ തന്നെ അവളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. കണ്ണൻ കോളിംഗ്. ഹലോ. നീ ഉറങ്ങിയോ? ഇല്ല. നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നത് സച്ചു? ഒന്നുമില്ല ഏട്ടാ. ശബ്ദമിടറാതിരിക്കാൻ പരമാവധി അവൾ ശ്രമിച്ചു. എങ്കിലും അവസാനം ഒരു പൊട്ടിക്കരച്ചിലായി.
സച്ചു, നീ ഇങ്ങനെ കരയാതെ കാര്യം പറവണ്ണേ. എന്താ പറ്റിയത്? കോളേജിൽ വെച്ചൊരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ. വീട്ടിലെന്താ നടന്നത് എന്ന് ചുരുക്കി അവനോട് പറഞ്ഞിട്ടും അവളുടെ കരച്ചിൽ മാത്രം ഒരു കുറവും വന്നില്ല. മതി സച്ചു, നീ കരഞ്ഞത്. സത്യം എന്നായാലും ഒരു ദിവസം പുറത്തു വരും. അന്ന് നിന്നെ അപമാനിച്ചവർ നിന്നെ ചേർത്ത് പിടിക്കാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും. നീ തെറ്റ് ചെയ്യാത്ത കാലത്തോളം നീ ആരെയാണ് പേടിക്കുന്നത്? തല ഉയർത്തി തന്നെ നിൽക്കണം. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എങ്കിൽ എൻ്റെ മോള് പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇവിടെ വിച്ചുവിന് ചെറിയ പനി. ഞാൻ അവന് ചുക്ക് കാപ്പി ഇട്ട് കൊടുക്കട്ടെ? അയ്യോ, കുഞ്ഞിനെ ഹോസ്പിറ്റൽ കാണിച്ചില്ലേട്ടാ? ഓ പിന്നെ, ഒരു കുഞ്ഞൻ. നീയും അവനും തമ്മിൽ ആകെ ഒരു വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. എന്നിട്ട് കുഞ്ഞു പോലും. ഒന്ന് പോടി. അസൂയ ഒട്ടുമില്ല അല്ലേ? ഇല്ല. ഫോൺ വെച്ചിട്ട് പോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കണ്ണേട്ടാ. കോളേജിൽ പതിവ് പോലെ ഉച്ചയ്ക്ക് സിദ്ധുവും ഗ്യാങ്ങുമായി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സിദ്ധുവിനൊരു ഫോൺ വരുന്നത്. അതെടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൻ്റെ മുഖം മാറിയത് കണ്ട് അവിടെ ഉള്ളവർക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. അർജു, ഡാ എൻ്റെ വിച്ചു. എന്താടാ വിച്ചുവിന്? അവന് പനി കൂടി ഹോസ്പിറ്റലാണെന്ന്. സ്കൂളിൽ നിന്നും ക്ലാസ് ടീച്ചറാണ് ഇപ്പോൾ വിളിച്ചത്. നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ വാ സിദ്ധു, നമുക്ക് ഹോസ്പിറ്റൽ പോകാം. ഏത് ഹോസ്പിറ്റലാണെന്നാണ് പറഞ്ഞത്? സിറ്റി ഹോസ്പിറ്റൽ. നീ വാ. സിദ്ധു വണ്ടിയെടുക്കാൻ പോയപ്പോൾ സാക്ഷി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചത്. ഞാനും വരട്ടെ കണ്ണേട്ടാ. വൈകിട്ട് കോളേജ് വിടുന്ന സമയത്ത് തിരിച്ചു പോകാം പ്ലീസ്. എന്തുകൊണ്ടോ അവളുടെ ചോദ്യം നിരസിക്കാൻ അവനും തോന്നിയില്ല. വാ, വന്ന് കയറ്. ഇതും പറഞ്ഞൊന്നും മിണ്ടാതെ സിദ്ധു അവൻ്റെ ബുള്ളറ്റ് എടുത്തപ്പോൾ സാക്ഷി അവൻ്റെ പുറകെ കയറി അവനോട് ചേർന്നിരുന്നു.